തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ചുറ്റും കാണുന്നതെല്ലാം പൊടിയായിരിക്കും കേട്ടോ. പൊടിയെന്ന് വെച്ചാൽ പൊടിമയം. ഇത്തരം ദിവസങ്ങളിൽ എന്റെ ശ്രദ്ധ കൂടുതലും പോകുന്നത് ഈ സാന്ത്വമിലേക്കായിരിക്കും കേട്ടോ. ഇത് എങ്ങനെ നോക്കിയാലും പൊടി പിടിക്കുന്നത്. ഇതുപോലെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. തന്നെ തുടച്ച് സുന്ദരനാക്കിയ കാരണം കൊണ്ടാണ് ഇത്രയും ഗ്ലാമറിൽ കാണുന്നത്. മേടിച്ച് അന്ന് ഇതുപോലെ തന്നെ ഇരുന്നത്. ആവശ്യത്തിലധികം പൊക്കമുള്ള എന്റെ അഹങ്കാരമാണോ എന്നറിയില്ല. ഇതുപോലെ തുടച്ചാലോട്ടോ എനിക്കൊരു സമാധാനമുള്ളൂ. ഇതുപോലെ കയറി നിന്ന് ചെറിയ നനവുള്ള ടൗലുകൊണ്ട് അങ്ങോട്ട് തുടച്ചെടുത്താണ്ടല്ലോ ഒരു പൊടി പോലും താഴെ വീഴൂല, നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. പക്ഷെ കിച്ചണിൽ മാത്രം ഇങ്ങനെ തുടക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി ഇതായിരുന്നു കേട്ടോ. അതായത് ഒരു 3-4 ദിവസത്തേക്കുള്ള പച്ചക്കറി നമുക്ക് വേണ്ട കറികളിലേക്ക് ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുക എന്നായിരുന്നു എന്റെ ഉദ്ദേശം. അതായത് പുതിയ പച്ചക്കറി വരുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പച്ചക്കറികൾ വേഗം ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചാണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തായാലും ഇവന്മാരെ വേഗം തന്നെ എടുത്ത് യൂസ് ചെയ്യും. സാധനം പോലും വേസ്റ്റ് ആവില്ല. പച്ചക്കറിക്ക് എന്താ വില എന്നറിയോ? അങ്ങനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോറായിട്ടില്ല. നാളത്തേക്കുള്ള ദോശയുടെ മാവും കൂടി സെറ്റാക്കി വെക്കാന്ന് വെച്ചാൽ അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം ഇതുപോലെ അരയ്ക്കുമ്പോണ്ടല്ലോ കൂടുതലുള്ള മാവ് അപ്പൊ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അങ്ങനെ ചെയ്താൽ ഭയങ്കര എളുപ്പമാട്ടോ. കാരണം എന്താ വെച്ചാൽ എന്നാവശ്യം വെച്ചാൽ തലേ ദിവസം രാത്രി എടുത്ത് പുറത്ത് വെച്ചാൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് മാവും കിട്ടും. രാവിലെ തുടങ്ങി യുദ്ധം തീർന്നു എന്ന് വെച്ചാൽ തീരൂലാട്ടോ. ഈ വീട്ടിലത്തെ പണികൾ തീരണ കാലം ഉണ്ടാവില്ല. പിന്നെ ആകെ ഒരു സമാധാനം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും ആരും കാണൂല. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു 5 മിനിറ്റ് മാത്രമേ മറ്റുള്ളവരുടെ കണ്ണിൽ പെടുള്ളൂ എന്നുള്ളതാണ് സത്യം. 3-4 ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടോ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ മക്കളെ. ടാറ്റ ബൈ ബൈ.